ഹലോ കുട്ടികളെ, ഇന്ന് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത ബേസിക് സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്തല്ലോ, അതിൻ്റെ ബാക്കി കൂടി നോക്കാം. ക്വസ്റ്റ്യൻ കണ്ടില്ലേ, ഒരു കാർട്ടൂൺ തന്നിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് മത്തൻ പൂവ് ഫലമായി മാറിയപ്പോൾ പൂഞ്ഞെട്ടിനുണ്ടായ മാറ്റം എന്ത്? ഉത്തരം: പൂവിൻ്റെ തണ്ട് മത്തങ്ങയുടെ വളരുന്ന ഭാഗം താങ്ങേണ്ടതുണ്ട്. അതിനാൽ അത് ഗണ്യമായി ശക്തി പ്രാപിക്കുകയും കട്ടിയാവുകയും ചെയ്യുന്നു. ഇത് വളരുന്ന കായ്ക്ക് ആവശ്യമായ ഘടനാപരമായ പിന്തുണ നൽകുന്നു. ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കാം. വാട്ട് ചേഞ്ച് occurred in the pedicel when the pumpkin flower turned into a fruit? Answer: the pedicel needs to support the growing weight of the pumpkin. Therefore, it strengthens and thickens considerably. This provides the necessary structural support for the developing fruit. അടുത്ത ചോദ്യം: പൂവ് ഫലമായി മാറുമ്പോൾ പൂവിൻ്റെ ഓരോ ഭാഗങ്ങൾക്കും ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം: പൂവ് ഫലമായി മാറുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്? അണ്ഡാശയം വളർന്ന് ഫലമായി മാറുന്നു, അണ്ഡം വിത്തുകളായി മാറുന്നു, പുഷ്പദളങ്ങൾ സാധാരണയായി കൊഴിഞ്ഞു പോകുന്നു, ചിലപ്പോൾ പുഷ്പവൃന്ദം ഫലത്തിൽ കാണാം, മറ്റു ചിലപ്പോൾ കൊഴിഞ്ഞു പോകുന്നു. പരാഗനാളം ഇവ സാധാരണയായി കൊഴിഞ്ഞു പോകുന്നു. What happens to each part of the flower when the flower turns into a fruit? Answer: the ovary develops and matures into the fruit. The ovules develop into seeds. The petals usually wither and fall off. Sometimes the sepals remain on the fruit while other times they fall off. Stigma and style, these usually wither and fall off. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതിലൊരു ബോക്സ് തന്നിട്ടുണ്ട്. അതിലൊരു കുട്ടി സാധാരണ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പട്ടികയാണ് നൽകുന്നത്. രാവിലെ എന്തൊക്കെയാണ് കഴിക്കുന്നത്? ചിപ്സ്, കേക്ക്, ന്യൂഡിൽസ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്. ഉച്ചയ്ക്ക് ചോറ്, അച്ചാർ, പപ്പടം. രാത്രി പൊറോട്ട, ചിക്കൻ വറുത്തത്. അതിലാദ്യം ചോദിച്ചിരിക്കുന്നത് ഭക്ഷണക്രമം ഇങ്ങനെ തുടർന്നാൽ ഈ കുട്ടിക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള 2 ആരോഗ്യ പ്രശ്നങ്ങൾ എഴുതുക. ആരോഗ്യ പ്രശ്നം എന്താണ്? ചിപ്സ്, ന്യൂഡിൽസ്, സോഫ്റ്റ് ഡ്രിങ്ക്സ് തുടങ്ങിയ ഭക്ഷണങ്ങളിൽ കൊഴുപ്പും പഞ്ചസാരയും കൂടുതലാണ്. ഇത് കുട്ടിയുടെ ശരീരഭാരം വർദ്ധിപ്പിക്കുകയും അമിതവണ്ണത്തിന് കാരണമാവുകയും ചെയ്യുന്നു. രണ്ടാമത്തെ പോയിൻ്റ് എന്താണ്? പച്ചക്കറികൾ, പഴങ്ങൾ, ധാന്യങ്ങൾ തുടങ്ങിയ പോഷകസമൃദ്ധമായ ഭക്ഷണങ്ങൾ കുട്ടിയുടെ ഭക്ഷണക്രമത്തിൽ കുറവാണ്. ഇത് ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കാത്ത അവസ്ഥയിലേക്ക് നയിക്കും. അപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെയാണെന്ന് നോക്കാം. റൈറ്റ് 2 ഹെൽത്ത് പ്രോബ്ലംസ് ദാറ്റ് ദിസ് ചൈൽഡ് ഈസ് ലൈക്ലി ടു ഡെവലപ്പ് ഇഫ് ദിസ് ഡയറ്റ് കണ്ടിന്യൂസ്. അതിൽ 2 പോയിൻറ്റ്സ് ആണ്. അതിൽ ഫസ്റ്റ് പോയിൻറ്റ്: ഫുഡ്സ് ലൈക്ക് ചിപ്സ്, ന്യൂഡിൽസ് ആൻഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ആർ ഹൈ ഇൻ ഫാറ്റ് ആൻഡ് ഷുഗർ. This increases the child's body weight and leads to obesity. Second point: the child's diet lacks nutrient-rich foods like vegetables, fruits and grains. This can cause the body to not get the nutrients it needs. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ആരോഗ്യകരമായ ജീവിതത്തിലേക്ക് ഈ കുട്ടിയെ നയിക്കാൻ കഴിയുന്ന ഒരു നല്ല ഭക്ഷണ ചാർട്ട് തയ്യാറാക്കുക. Prepare a good food chart that can lead this child to a healthy lifestyle. അപ്പോൾ നമുക്കൊരു ചാർട്ട് വരയ്ക്കണം. അതിൽ രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി അങ്ങനെ 3 കോളം വരയ്ക്കുക. അതിൽ രാവിലെ എന്തൊക്കെ കഴിക്കാം? ഇഡലി ഓർ ദോശ, പിന്നെ സാമ്പാർ ഓർ ചട്നി, ഒരു പഴം, അല്ലേ? അപ്പോൾ അതെങ്ങനെ? ഇഡ്ഡലി ഓർ ദോശ, സാമ്പാർ ഓർ ചട്നി, ബനാന. ഉച്ചയ്ക്ക് ആഫ്റ്റർനൂണിൽ ചോറ്, അവിയൽ അല്ലെങ്കിൽ തോരൻ, മീൻ കറി, സലാഡ്. അപ്പോൾ ആഫ്റ്റർനൂണിൽ എന്താണ്? റൈസ്, അവിയൽ ഓർ തോരൻ, ഫിഷ് കറി ആൻഡ് സലാഡ്. നൈറ്റിലോ? രാത്രി ചപ്പാത്തി ഓർ അപ്പം, വെജിറ്റബിൾ കറി, ചിക്കൻ കറി, മിൽക്ക്. ഇത് നിങ്ങളൊരു ബോക്സ് വരച്ച് എഴുതണം. അടുത്ത ക്വസ്റ്റ്യൻ: ജയൻറ്റ് വീൽ തിരിയുമ്പോൾ വീലിൽ ഇരിക്കുന്ന കുട്ടിക്കുണ്ടാകുന്ന ചലനവും വീലിൻ്റെ ചലനവും തമ്മിലുള്ള വ്യത്യാസം എന്ത്? അപ്പോൾ അതിൻ്റെ ഉത്തരം
വീൽ ഒരു അച്ചുതണ്ടിനെ അടിസ്ഥാനമാക്കി വൃത്തപാതയിൽ കറങ്ങുന്നു. ഇത് ഭ്രമണചലനമാണ്. പിന്നെ അടുത്തതായിട്ട് പറയേണ്ടത്, കുട്ടി വീലിൻ്റെ റിമ്മിലുള്ള ഒരു പ്രത്യേക സ്ഥാനത്തിരിക്കുമ്പോൾ കുട്ടിയുടെ ചലനം വൃത്തപാതയിലുള്ള സ്ഥാനാന്തരമാണ്. ഇത് ഭ്രമണചലനത്തിൻ്റെ ഭാഗമായി വരുന്നു. കുട്ടിയുടെ ചലനം വീലിൻ്റെ ചലനത്തെ ആശ്രയിച്ചിരിക്കുന്നു. What is the difference between the motion experienced by a child sitting in a giant wheel when it rotates and the motion of the wheel itself? The wheel rotates around a fixed axis in a circular path. This is rotational motion. The child sitting at a specific point on the rim of the wheel undergoes displacement along the circular path. This is part of the rotational motion. The child's motion is dependent on the motion of the wheel. അടുത്ത ചോദ്യം, കമ്പനവും ദോലനവും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ഉദാഹരണ സഹിതം വിശദീകരിക്കുക. കമ്പനം എന്താണ്? ഒരു വസ്തു അതിൻ്റെ സന്തുലിതാവസ്ഥയിൽ നിന്നും വളരെ വേഗത്തിൽ ഇരുവശങ്ങളിലേക്കും ആവർത്തിച്ച് ചലിക്കുന്നതിനെ കമ്പനം എന്ന് പറയുന്നു. ഉദാഹരണം, ഒരു ഗിറ്റാർ കമ്പി മീട്ടുമ്പോൾ ഉണ്ടാകുന്ന ചലനം. ദോലനം എന്താണ്? ഒരു വസ്തു ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ഇരുവശങ്ങളിലേക്കും ആവർത്തിച്ചു ചലിക്കുന്നതിനെ ദോലനം എന്ന് പറയുന്നു. ദോലനം ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ പൂർത്തിയാകുന്ന ചലനമാണ്. ഉദാഹരണം, ഊഞ്ഞാൽ ആടുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ വൈബ്രേഷൻ ആൻഡ് ഓസിലേഷൻ. എന്താണ് വൈബ്രേഷൻ? വൈബ്രേഷൻ ഈസ് ദ റാപ്പിഡ് ബാക്ക് ആൻഡ് ഫോർത്ത് മോഷൻ ഓഫ് ആൻ ഒബ്ജെക്റ്റ് from its equilibrium position. Example, the motion of a guitar string when plucked. Oscillation is the repetitive back and forth motion of an object around a fixed point. Oscillation is a periodic motion completed within a specific time frame. Example, the swinging of a pendulum. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. ക്ലാസ്സുകൾ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.